ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ SS പാർട്ട് 1 ടെക്സ്റ്റ് പുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ശിലായുഗത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ആദിമ കാലഘട്ടങ്ങളിൽ നിന്ന് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലോട്ട് ഒന്ന് ഓടിച്ചു പോകാം. ഓക്കെ, എന്താണ് ഈ പാഠഭാഗത്ത് പറയുന്നതെന്ന് പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇവിടെ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമുണ്ട്. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന കൃതിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം അല്ലേ. മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനുഷ്യരുടെ ബുദ്ധിശക്തിയാണെന്ന് കഴിഞ്ഞ കത്തിൽ കണ്ടുവല്ലോ. ബുദ്ധിശക്തി ഇല്ലായിരുന്നുവെങ്കിൽ വലിയ കാട്ടുജന്തുക്കൾ മനുഷ്യരെ നശിപ്പിച്ചു കളയുമായിരുന്നു. ആദിമ മനുഷ്യർക്ക് തൻ്റെ ശത്രുക്കളോട് പൊരുതാൻ പ്രത്യേകം ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. അവയുടെ നേരെ കല്ലെറിയാൻ മാത്രമേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ. പിന്നെ അവർ കല്ലുകൊണ്ട് മഴു, കുന്തം എന്നിവ പോലുള്ള ഉപകരണങ്ങളും കൽസൂചികളും ഉണ്ടാക്കാൻ പഠിച്ചു. ഇത്തരത്തിലുള്ള അനേകം ശിലായുധങ്ങൾ സൗത്ത് കെൻസിങ്ടൺ കാഴ്ച ബംഗ്ലാവിലും ജനീവയിലെ കാഴ്ച ബംഗ്ലാവിലും കാണുകയുണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന കൃതിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മളിത് വായിച്ചിട്ടുള്ളത് അല്ലേ. ആദിമ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ് ഈ കത്തിൽ നമുക്ക് സൂചന നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു ചോദ്യമുണ്ട് അല്ലേ. കാട്ടുജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യർ ഏത് തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ ഒരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്, കല്ലുകൊണ്ടുള്ള മഴയും അല്ലേ. പിന്നെ അതുപോലെ തന്നെ കുന്തങ്ങൾ, മറ്റ് കല്ലുകൾ കൊണ്ട് എറിയാതെ, അതുപോലെ തന്നെ കൽസൂചികകൾ, ഇതൊക്കെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മഴയു, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കല്ലുകൊണ്ടുള്ള മഴയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞു. ഇത്തരം ഉപകരണങ്ങൾ അക്കാലത്തെ മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടാകും. അതായത് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ മഴയു, പിന്നെ അതുപോലെ തന്നെ കൽസൂചികൾ അല്ലേ, അതുപോലെ തന്നെ കുന്തം, ഇതൊക്കെ അക്കാലത്ത് എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, അതുപോലെ തന്നെ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞത്, വേട്ടയാടാൻ, അതുപോലെ തന്നെ എന്തെങ്കിലും വേട്ടയാടി കിട്ടിയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂർത്ത കല്ലുകൾ കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ, കീറാൻ അല്ലേ, അത് കട്ട് ചെയ്യാൻ, ഒരു കത്തിയുടെ ഒരു ഉപയോഗമൊക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഇനി വല്ല പഴങ്ങളും മറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കല്ല് കൊണ്ടൊക്കെ എറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യാൻ അല്ലേ. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. മേൽപ്പറഞ്ഞ ആവശ്യങ്ങൾക്കായിട്ട് മനുഷ്യർ നിർമ്മിച്ച ഉപകരണങ്ങൾ തുടക്കത്തിൽ ശിലകൾ കൊണ്ടുള്ളവയായിരുന്നു. അതായത് ഇന്നും നമ്മൾ കുറേ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇന്ന് ശിലകൾക്കൊക്കെ പകരം, ശിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് കൊണ്ടുള്ള അല്ലേ, ഇതിൻ്റെയൊക്കെ പകരം എന്ത് ചെയ്തിട്ടുണ്ട്, ഇരുമ്പുകളും മറ്റ് ലോഹങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ, പിൻകാലത്ത് ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അതായത് ഓരോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഓരോ വേർഷൻസാണ്. മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മാനവ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഒന്ന് ശിലായുഗമാണ്, മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹയുഗമാണ്. നമുക്ക് ശിലായുഗം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. പ്രാചീന ശിലായുഗം അല്ലേ, അതുപോലെ തന്നെ മധ്യശിലായുഗം, നവീന ശിലായുഗം, പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. പ്രാചീന ശിലായുഗം അല്ലേ. പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഏറ്റവും പഴയ ശിലായുഗമാണ്. അതിൻ്റെക്കാളും കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യശിലായുഗം അല്ലേ. പിന്നെ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നവീന ശിലായുഗം. പിന്നെ നമുക്ക് ലോഹയുഗം നോക്കാം. അതായത് ശിലായുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ ഏജ് ആണ് അല്ലേ. ശില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലാണ്. കല്ലുകൊണ്ടുള്ള യുഗത്തിൽ ഒന്നാമത്തെ പ്രാചീന ശിലായുഗം, പിന്നെ മധ്യശിലായുഗം, പിന്നെ നവീന ശിലായുഗം അല്ലേ. ലോഹയുഗം നമുക്ക് നോക്കാം. ലോഹയുഗം അല്ലേ, വെങ്കല യുഗം, അതുപോലെ തന്നെ ഇരുമ്പ് യുഗം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഈ പ്രാചീന ശിലായുഗത്തെക്കുറിച്ചും മധ്യശിലായുഗത്തെക്കുറിച്ചും നവീന ശിലായുഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ വെങ്കല യുഗത്തെക്കുറിച്ചും ഇരുമ്പ് യുഗത്തെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് ശിലായുഗം എന്ന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം അല്ലേ. അതായത് മാനവ ചരിത്രത്തിൻ്റെ ആദ്യഘട്ടത്തെയാണ് നമ്മൾ ശിലായുഗം എന്ന് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. മാനവ ചരിത്രത്തിൻ്റെ ആദ്യഘട്ടം അല്ലേ. അന്ന് ഇതുപോലെ തന്നെ കത്തിയും കമ്പിയൊന്നും ഉണ്ടാവില്ല അല്ലേ. അന്ന് കല്ലായിരിക്കും ഉണ്ടാവുക. കല്ല് അവിടെയും പൊളിച്ച് മിനുസപ്പെടുത്തി പലതരത്തിലും ചിലത് മിനുസപ്പെടുത്തും, ചിലത് മിനുസപ്പെടുത്തില്ല. അങ്ങനെയായിരുന്നു അവർ ഓരോ എക്യുപ്മെൻറ്റ്സും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായി നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടാണ്. അതിനാൽ ചരിത്രകാരർ ആദ്യത്തെ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിശേഷിപ്പിക്കുന്നു. കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതി അടിസ്ഥാനമാക്കി ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ശിലായുഗം എത്ര തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയേണ്ടാവുക, ഒന്ന് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, അതുപോലെ തന്നെ എന്താണ് നവീന ശിലായുഗം അല്ലേ. ഇനി നമുക്ക് ഇവ ഓരോന്നിൻ്റെയും എന്ത് ചെയ്യാം, സവിശേഷതകളൊക്കെ എന്ത് ചെയ്യാം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് പ്രാചീന ശിലായുഗം എന്തെന്ന് നോക്കാം അല്ലേ. പരുക്കൻ ശിലാ ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത. അതായത് പരുക്കൻ ശിലാ ഉപകരണങ്ങളായിരിക്കും നമ്മുടെ പ്രാചീന ശിലായുഗ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതായത് മിനുസപ്പെടാത്ത അല്ലേ, നല്ല കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ഉപകരണങ്ങൾ. ഓക്കെ, പാലിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാചീനം, ലിത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശില എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. ആദിമ മനുഷ്യരുടെ ജീവിതോപാധികളുമായി ബന്ധമുള്ളതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം അല്ലേ. അതായത് ആദിമകാലത്ത് മനുഷ്യർ ജീവിച്ചിരുന്നു, അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും ഇവരെന്ത് ചെയ്യുക, ഈ കല്ലുകളെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ ശിലകളെ രൂപമാറ്റം വരുത്തിയിട്ടുണ്ടാവുക അല്ലേ.
ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? ഒന്ന് പ്രയോജനപ്പെടുത്തൽ, അല്ലേ? രണ്ടാമത്തേത് രൂപമാറ്റം വരുത്തൽ, മൂന്നാമത്തെ ക്രമവൽക്കരണം. ഓക്കെ, എന്താണ് പ്രയോജനപ്പെടുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രയോജനപ്പെടുത്തൽ. ഓക്കെ, ഇനി അടുത്തത് രൂപമാറ്റം വരുത്തൽ, അല്ലേ? അതായത് ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണ രൂപം മാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ്. ഇനി അടുത്ത ക്രമവൽക്കരണം, ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതി. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ചാർട്ട്, അല്ലേ, ചെറിയൊരു ചിത്രം തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യർ ഉപയോഗിച്ച വ്യത്യസ്ത ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവ നമ്മൾ നിരീക്ഷിച്ചിട്ട് അതിൻ്റെ സവിശേഷ ഒന്ന് പട്ടികപ്പെടുത്തുക. ഓക്കെ, ഒന്ന് പെബിൾ ടൂൾസ്, അല്ലേ, ഉരുളൻകല്ല് ഉപകരണങ്ങൾ. രണ്ടാമത് ദ്വിമുഖ മാതൃശിലാ ഉപകരണങ്ങൾ, അല്ലേ, കൽച്ചീൾ ഉപകരണങ്ങൾ, അല്ലേ, വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇതിന് കൂർപ്പുണ്ട്, ചിലതിന് കൂർപ്പില്ല, അല്ലേ, അതിൽ ചിലത് സ്ലിം ആയിട്ടുള്ളതുണ്ട്, തടിച്ചതുണ്ട്, ഫ്ലൈക്ക് ആയിട്ടുള്ള ടൂൾസ്, ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലേ. ഉരുളൻകല്ല് ഉപകരണങ്ങൾ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ദ്വിമുഖ മാതൃശിലാ ഉപകരണങ്ങൾ പഠിച്ചു, അതുപോലെ തന്നെ കൽച്ചീൾ ഉപകരണങ്ങൾ, ആ ഫോട്ടോ കണ്ടല്ലോ. ഇനി വേറെയും ഉണ്ട്, കണ്ടില്ലേ? വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങളാണ്, കണ്ടോ? ചോപ്പിംഗ് ടൂൾസ്, ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശിലാപകരണങ്ങൾ, കുറച്ച് കൂർത്ത ചെറിയ, അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു സ്പൂണ് പോലെയോ അല്ലെങ്കിൽ കുത്തി, അല്ലേ, അതുപോലെയോ ഒക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. അപ്പോൾ നമ്മളോട് തൊട്ട് മുമ്പ് നമ്മൾ കൽച്ചീളുകൾ എന്നൊക്കെ പറഞ്ഞു, ഫ്ലൈക്ക് ടൂൾസ് ഒക്കെ പറഞ്ഞു, അല്ലേ. നമുക്ക് മാതൃശീലകളും അതുപോലെ കൽച്ചീളുകളും എന്താ നോക്കാം. അതായത് നമ്മളൊരു കഷ്ണം കല്ല് എടുത്തിട്ട് നമ്മൾ പൊട്ടിച്ചു. അപ്പോൾ അതിൽ നമുക്ക് വലിയ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ഭാഗം കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? മാതൃശില എന്ന് പറയും. ചെറിയ പുളി കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? കൽച്ചീൾ എന്ന് എന്ത് ചെയ്യും? നമ്മൾ പറയും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കൊടുത്തിട്ടുള്ളൊരു ചിത്രം നിരീക്ഷിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അല്ലേ. അസ്ഥികൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരിത്, ഇത് നമ്മളെ അമ്പാണ്, അല്ലേ. ഇത് പിന്നെ എന്തൊരു കൂർത്ത മുനയുള്ള എന്തോ ഒരു ഇതാണ്. ഇത് പിന്നെ എന്തെങ്കിലും വെട്ടുകത്തി പോലെയുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുറിക്കാനോ അല്ലെങ്കിൽ അടിക്കാനോ ഒക്കെ ഉപയോഗിച്ചിട്ട് എല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള രൂപങ്ങളാണ്. അപ്പോൾ നമുക്കിത് മനസ്സിലാകുന്ന കാര്യം, പ്രാചീന ശിലായുഗ കാലം ആരംഭിച്ചത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മളെ കൽശിലകൾ കൊണ്ടായിരുന്നു, ശിലകൾ കൊണ്ടുള്ള ഉപകരണങ്ങളും മറ്റൊക്കെ ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം? മൃഗങ്ങളെ വേട്ടയാടണം, അതുപോലെ തന്നെ ഫലങ്ങളും പച്ചക്കറികളൊക്കെ എന്ത് ചെയ്യണം? ശേഖരിക്കണം. ഇവ മുറിച്ചെടുക്കാനൊക്കെ ഉള്ളൊരു ഇത് വേണം. മൃഗങ്ങളെ വേട്ടയാടി എന്ത് ചെയ്യുക? കൊന്നതിന് ശേഷം ഇവരുടെ ഇറച്ചികളൊക്കെ എന്ത് ചെയ്യാമെന്ന് ചെത്തിയെടുക്കാനുള്ളൊരു ഉപകരണമായിട്ട് മാത്രമേ അവരൊക്കെ എന്ത് ചെയ്തിട്ടുള്ളൂ, അത് കണ്ടിട്ടുള്ളൂ. പിന്നീട് അങ്ങോട്ടാണ് ഈ ചക്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇവരെന്ത് ചെയ്തു? പിന്നെ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ, കല്ലുകൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച, അതായത് മൃഗങ്ങളുടെയും മറ്റൊക്കെ അസ്ഥികൾ, അല്ലേ, എല്ലുകൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങൾ മനുഷ്യർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, അല്ലേ. ചിത്രങ്ങളിൽ, അല്ലേ, ചിത്രത്തിൽ കാണുന്ന ഉപകരണങ്ങൾക്ക് നിങ്ങളുടെ പരിചിതമായ ഏതെങ്കിലും ഉപകരണങ്ങളുമായി സാമ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അവ ഏതെല്ലാം എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു, ഒരു അമ്പ് പോലെയുള്ള, അല്ലേ, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കൂർത്ത അഗ്രമുള്ള കത്തി പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഉപകരണം, അല്ലേ, പിന്നെ വെട്ടുകത്തി പോലെയുള്ളത് ആവാം. പിന്നെ വേണമെങ്കിൽ ഇവിടെ ഒരു മൂർച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മരമില്ലിലും മറ്റൊക്കെ ഉപയോഗിക്കുന്ന പിന്നെ ഓരോ വാളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഇതിലെന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. ഏതും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇതിലെന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിലെ ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തണം. പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ നിർമ്മാണവും സാങ്കേതിക വളർച്ചയും എന്ന വിഷയത്തിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുക. അതിൽ പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇന്നത്തെ ഉപകരണങ്ങളൊക്കെ അതൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായിരിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചർച്ച സംഘടിപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ചിത്രങ്ങൾ എന്ത് ചെയ്യാം? കാണാം, അല്ലേ. കുറച്ച് ചിത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? കാണാം. ഇതാ ആദ്യത്തെ ഭാഗം, ഷോവേ ഫ്രാൻസ്, ലാസ്കോ ഫ്രാൻസ്, പിന്നെ അതുപോലെ തന്നെ ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം, സറിസ്ക് റഷ്യയിലുള്ള, പിന്നെ കുസാക്ക് ഫ്രാൻസിലെ ഗുഹയിലെ കോറിയിട്ട ചിത്രങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സ്പെയിനിലെ ലാഗർമ ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള അസ്ഥികളിലെ കൊത്തുപണികൾ, അല്ലേ. നമുക്ക് ഈ ചിത്രങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാചീന മനുഷ്യരുടെ, അല്ലേ, പ്രാചീന കാലഘട്ടത്തെ മനുഷ്യരുടെ ഓരോ ആർട്ടാണിതെന്ന് പറഞ്ഞാൽ, കലാസൃഷ്ടികളാണ് ഇതുള്ളത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ ഒഴുക്കൻ വരകൾ കാണാൻ പറ്റുന്നുണ്ട്, കോറിയിട്ട ചിത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്, കുറേ ശില്പങ്ങൾ, അല്ലേ. പിന്നെ ഇവർ ഈ ചിത്രങ്ങളിലൂടെ മറ്റൊക്കെ ഇവർ ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർ വരും തലമുറകളോട് ആശയവിനിമയം നടത്താനല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ട്, അവർ തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിന് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും, അല്ലേ. ഇനി നമുക്ക് ഈ ഷോവേ ലാസ്കോ, ഈ ഫ്രാൻസിലെ ഗുഹയിൽ നിന്ന് കിട്ടിയതാണ് ഇത് രണ്ടും. ലാസ്കോ, ഷോവേ, ഇതിലൊക്കെ മൃഗങ്ങളുടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ചിത്രം. അതുപോലെ തന്നെ ഇവിടെ
പിന്നെ കുസാക് ഗുഹയിലെ കോറിയിട്ട ചിത്രങ്ങൾ. ഇത് ഒരു സ്ത്രീയുടെ രൂപമാണ്. അതുപോലെ തന്നെ ഇതൊരു ബൈസൺ, ഒരു കാട്ടുപോത്ത് അല്ലെ, അതിനെന്തൊക്കെ രൂപമാണ്. ഇതും അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് അല്ലെ, മൃഗങ്ങളുടെയൊക്കെ ഈ ചിത്രങ്ങൾ, ആ സ്ത്രീയുടെ രൂപം. ഇതൊക്കെ ചിലപ്പോൾ അവരുടെ വിശ്വാസമായിട്ടോ പിന്നെ മറ്റും കുറേ കാര്യങ്ങൾ അവരുടെ വിശ്വാസമായിട്ടോ അവരുടെ ആചാരമായിട്ടോ എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടതായിരിക്കാമെന്ന് പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം അല്ലേ, സറൈസ്ക് റഷ്യയിലെ, അതുപോലെ തന്നെ സ്പെയിനിലെ ലാഗർമ ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള അസ്ഥികളിലെ ഈ കൊത്തുപണികൾ അല്ലേ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ വിശ്വാസത്തിൻ്റെ പരമായിട്ടായിരിക്കാം പലരും ബന്ധപ്പെടുന്നത്. പക്ഷേ ഈ കല്ലിൽ കൊത്തിയെടുക്കാതെ ഓക്കെ, പക്ഷേ ഇത്തരത്തിലുള്ള ഈ ആനക്കൊമ്പിലും അതുപോലെ തന്നെ ഈ അസ്ഥികളിലൊക്കെ ഈ കൊത്തുപണികളൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലും കലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അക്കാലത്തെ മനുഷ്യരുടെ ഈ ആർട്ടിൻ്റെ അല്ലെങ്കിൽ കലാ വൈവിധ്യത്തിൻ്റെ ഒരു തെളിവാണ് അല്ലേ. അവർ കലയിലും അവരെന്ത് ചെയ്യുന്നു, ഉഷാറായിരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്കിതിലൂടെ എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഇത് പറഞ്ഞല്ലോ, ചിലപ്പോൾ ഇവർ ഗുഹകളിൽ മറ്റൊക്കെ ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് അല്ലേ, ചിലതിൽ കളറൊക്കെ കൊടുത്തിട്ടുണ്ടാകും, കറുത്ത കളർ കൊണ്ടായിരിക്കാം, ചിലത് അവർ കല്ലുകൊണ്ട് തന്നെ എന്തായിരിക്കും പാറക്കല്ലിൽ കുത്തിയെടുത്തിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ ഇന്നത്തെ പോലെയുള്ള എന്തൊന്നും ഉണ്ടാവില്ല, പിന്നെ കളേഴ്സും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ വിവിധ തരത്തിലുള്ള ചെടികളുടെയും മരത്തിൻ്റെ തോല്, കാഴികൾ ഇതൊക്കെ അരച്ചിട്ട് അതിൽ കല്ലുപൊടിയൊക്കെ ചേർത്ത് അല്ലേ, പിന്നെ എന്ത് ചെയ്യാണ് അവർ കളർ ഉണ്ടാക്കി എന്നിട്ടായിരുന്നു അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ ഈ ചിത്രങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് വരച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നെ ഇവർ വരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂർത്ത മുനയുള്ള ആയുധങ്ങൾ വെച്ചിട്ടോ കുന്തങ്ങൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കല്ലുകൾ ഉപയോഗിച്ചിട്ടോ കൽസൂചികൾ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരുന്നു ഇവർ ഗുഹകളിലൊക്കെ എന്ത് ചെയ്ത് അത് വരച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സാധാരണ നമുക്കൊരു ചെറിയ കുഞ്ഞു കരിക്കട്ട കിട്ടുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്യാൻ വരക്കാം, പക്ഷേ ആദ്യകാലത്ത് അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ. അപ്പോൾ അതിലൊക്കെ അവർ ഒട്ടേറെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രയാസങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു എഫേർട്ടിൻ്റെ ഒരു ഭാഗമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്ന വിവിധതരം നിറങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ചെടികൾ, മരത്തിൻ്റെ തോല്, കായ്കൾ എന്നിവ അരച്ച് ചെങ്കൽപ്പൊടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹകളുടെ ഉൾഭിത്തികളിലാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. ചിലപ്പോൾ സൂര്യപ്രകാശം എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചിത്രങ്ങൾ മങ്ങിപ്പോകുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം കേട്ടോ. ഗുഹകളിലെ മേൽഭിത്തികളും ചിത്രം വരച്ചതായി കാണാൻ കഴിയും. പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിൻ്റെയും സാങ്കേതിക വൈവിധ്യത്തിൻ്റെയും തെളിവായി ഇത്തരം ചിത്രങ്ങളും ശില്പങ്ങളും കണക്കാക്കപ്പെടുന്നു അല്ലേ. ഇനി നമ്മളോട് ചോദിക്കുന്നത് അല്ലേ ഒരു ചോദ്യമാണ്, പ്രാചീന ശിലായുഗ കാലത്തെ ഉപകരണങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു, കലകൾ എന്നിവയിൽ നിന്നും മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. പ്രാചീന ശിലായുഗത്ത് പരുക്കൻ കല്ലുപകരണങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പരുക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു. അവരുടെ അന്നത്തെ മെയിനായിട്ടുള്ള ഉപജീവന മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയാടൽ, ശേഖരണം എന്നിവ ആയിരുന്നു അല്ലെ. വേട്ടയാട് ഒരിടത്തൊന്നും സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ. പിന്നെ അതുപോലെ തന്നെ ബാൻഡുകൾ, പറ്റങ്ങളായിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. നമ്മുടെ ഈ ബാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറിയ കുഞ്ഞു സമൂഹങ്ങളാണ്, പറ്റങ്ങൾ, ഗ്രൂപ്പുകളാണ് ബാൻഡുകൾ അല്ലേ. അവരുടെ രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരാളുണ്ടാവും, അയാളുടെ ഭാര്യ ഉണ്ടാവും, അയാളുടെ അച്ഛനോ അമ്മയോ, പിന്നെ അവരുടെ സഹോദരങ്ങളൊക്കെ അവരൊക്കെ ഒരു ബാൻഡുകൾ, വേറെ ആളുണ്ടാവും. ഇങ്ങനെ ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അല്ലേ. പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന പുരുഷന്മാരെന്ത് ചെയ്യും, വേട്ടയാടും, സ്ത്രീകൾ ഈ വേട്ടയാടിലെ വസ്തുക്കളൊക്കെ ശേഖരിക്കുക, അവരെ ക്ലീൻ ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല. അതായത് പ്രാചീന ശിലായുഗ കാലത്ത് നാളേക്ക് എന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ല, മൃഗങ്ങളെ പോലെയായിരുന്നു അല്ലേ. മൃഗങ്ങൾക്ക് നാളേക്ക് എന്നൊരു ചിന്ത ഉണ്ടോ? അങ്ങനെ അല്ല, അവർക്കതില്ല. അവർക്ക് അങ്ങനെ ഡെയിലി അവർ ഒരു ദിവസം കഴിക്കും. നേരെ മറിച്ച് നമ്മളങ്ങനെയാണ്, നമ്മൾ വീട്ടിലൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു മാസത്തിനുള്ളൂ 2 ആഴ്ചക്കുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ സംഭരിച്ച് വെക്കുമല്ലോ അല്ലേ. അതുപോലെ തന്നെ നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത്. ഒരു ഭാഗത്തും സ്ഥിരമായിട്ട് അവരെന്ത് ചെയ്യാറില്ല, നിൽക്കാറില്ല. ഓക്കെ, അപ്പോൾ പ്രാചീന ശിലായുഗത്തെ ഉപകരണങ്ങൾ, കലകൾ അല്ലേ എന്നിവയിൽ നിന്നും പ്രാചീന ശിലായുഗത്തെ മനുഷ്യരുടെ ജീവിതങ്ങൾ എങ്ങനെയായിരുന്നു, അവർ ഉപയോഗിച്ചിട്ടുള്ളത് പരുക്കൻ കല്ലുപകരണങ്ങളായിരുന്നു. ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും ജീവിച്ചിട്ടുണ്ടായിരുന്നു. വേട്ടയാടൽ, ശേഖരണം എന്നിവയായിരുന്നു അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ അല്ലേ. അവരൊരു പറ്റങ്ങളായിട്ട്, ബാൻഡുകളായിട്ടായിരുന്നു അവരുടെ നടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ, അവരുടെ ടീമായിട്ട് അല്ലേ. പുരുഷന്മാർ വേട്ടയാടുകയും സ്ത്രീകൾ വേട്ടയാടികളുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ശേഖരിക്കുന്നതിനും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ സ്ത്രീകൾ ഇവിടെ ചിലപ്പോൾ എന്ത് ചെയ്യുക, കായ്കനികളും മറ്റൊക്കെ എന്ത് ചെയ്യുക, അവിടെ ഇവിടെയൊക്കെ കാടുകളിലും മറ്റൊക്കെ നടന്നിട്ട് അതും ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണം സംഭരിച്ച് വെച്ചിരുന്നില്ല. പ്രാചീന ശിലായുഗത്ത് ഭക്ഷണം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സംഭരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. നാടോടി ജീവിതമായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇത് നോക്കൂ, നമ്മുടെ ലോക ഭൂപടത്തിൽ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ലാസ്ഗോ ഗുഹ അല്ലേ. ഈ ലാസ്ഗോ ഗുഹ എവിടെയാണ്, ഫ്രാൻസിലാണ് കേട്ടോ. അതുപോലെ തന്നെ ലാഗർമ ഗുഹ സ്പെയിനിലാണ്. പിന്നെ കുസാ ഗുഹ ഫ്രാൻസിലാണ്. ഷോവേ ഗുഹ ഫ്രാൻസിലാണ്. സറൈസ്ക് അല്ലേ, അത് ഫ്രാൻസിൽ, അത് റഷ്യയിലാണ് കേട്ടോ.
അതായത് ലാസ്കോ ഫ്രാൻസിൽ, ലാഗർമ സ്പെയിനിൽ, അതുപോലെ തന്നെ കുസാക്ക് ഗുഹ ഫ്രാൻസിൽ, പിന്നെ അതുപോലെ തന്നെ ഷോവെ ഗുഹ ഫ്രാൻസിൽ, അതുപോലെ തന്നെ സറിസ്ക് ഇത് റഷ്യയാണ് കേട്ടോ. ഇവിടെ വന്ന് അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അടുത്ത ശിലായുഗത്തിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം പോവാം. അതായത് നമ്മൾ പ്രാചീനം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് മധ്യശിലായുഗമാണ് അല്ലേ. അപ്പോൾ മധ്യശിലായുഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രാചീനത്തിലേക്കാളേറെ ഒന്നുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു യുഗമാണിത് അല്ലേ. അതായത് പ്രാചീന ശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലോട്ടുള്ള പരിവർത്തനത്തിൻ്റെ ഘട്ടമാണ് മധ്യശിലായുഗം അല്ലേ. മെസോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം, ലിത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശില എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസോലിത്തിക് എന്ന പദം ഉടലെടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് പിന്നെ നമ്മളെ പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ മധ്യശിലായുഗത്തിലെ ഉപകരണം തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ചിത്രങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ചിത്രങ്ങൾ. കണ്ടില്ലേ, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലേ. ഒരു വെള്ളാരം കല്ല് പോലെയുള്ള സംഭവങ്ങളാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് അല്ലേ. പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നതിനേക്കാൾ ചെറിയ ഉപകരണങ്ങളാണ് ഇവ. പ്രാചീന ശിലായുഗത്തിൽ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ കാണിച്ചു തന്നിട്ടുള്ള വലിയ കട്ടിങ് അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇത് കുറച്ചും കൂടിയും സിമ്പിളായിട്ടാണ്, ചെറുതാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ മൈക്രോലിത്തുകൾ അല്ലേ. മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലമാണിത് അല്ലേ. ഇതിന് കല്ലിനും അതുപോലെ തന്നെ എന്തുണ്ട്, കുറച്ചൊക്കെ എന്തുണ്ട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അല്ലേ. കരിങ്കല്ല് പോലെയുള്ള കല്ലെന്ന ചെറിയൊരു വ്യത്യാസങ്ങൾ ഇതിലെന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കേണ്ടത് പ്രാചീന ശിലായുഗത്തിൽ വലുതും പരുക്കനായിട്ടുള്ളതൊക്കെ ഉപയോഗിച്ചിരുന്നപ്പോൾ ഇവ കുറച്ച് എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത് ചെറുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലമാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മധ്യശിലായുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഓക്കെ, ഇനി ആദിമ മനുഷ്യരുടെ ആശയവിനിമയത്തിൻ്റെ വികാസം പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണെന്ന് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ. എന്നാൽ ഇന്ത്യയിൽ പ്രധാനമായും ഈ വികാസം നമുക്ക് കാണാൻ കഴിയുന്നത് മധ്യശിലായുഗത്തിലാണ്. ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ മധ്യശിലായുഗത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആദിമ മനുഷ്യരുടെ ആശയവിനിമയത്തിൻ്റെ വികാസം. അതായത് പ്രാചീന മനുഷ്യർ നമ്മൾ ചിലപ്പോൾ സംസാരിക്കുന്ന പോലെ ഇതേപോലെ മലയാളം ഇംഗ്ലീഷ് ഒന്നും സംസാരിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ഓരോ സൗണ്ട്, ഓരോ റെഫർ ചെയ്യുക, ഓരോ ആക്ഷൻസ് അല്ലേ, ഓരോ കൂക്കൽ ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ് വരികയാണ്. നമ്മൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ആദിമ മനുഷ്യരുടെ ആശയവിനിമയം അതായത് വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ തുടങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മധ്യശിലായുഗത്തിലാണ് നമുക്കത് കാണാനായിട്ട് എന്ത് ചെയ്യുന്നത് പറ്റുന്നത്. ഓക്കെ, മധ്യപ്രദേശിലെ ഭിംബേട്ക, ലക്ജാവോർ, കദോട്ടിയ എന്നീ ഗുഹാകേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികൾ ആദിമ മനുഷ്യൻ്റെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലേ. ഇനി നമുക്കിവിടെ ഒരു എന്ത് ചെയ്യാന്നാ പറഞ്ഞത് ചിത്രങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം അല്ലേ. ഇത് ഭിംബേട്ക, ഓക്കെ, അതിലെ ചിത്രമാണ്. ഇത് ലക്ജാവോർ അല്ലേ, ആ ഗുഹാകേന്ദ്രത്തിലെ ഒരു ചിത്രമാണ്. ഇത് കദോട്ടിയ, ഇത് ലക്ജാവോർ അല്ലേ. അതുപോലെ തന്നെ ഇതും ഭിംബേട്കയാണ്, ലക്ജാവോർ. ഓക്കെ, ഇതിൽ ഈ ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് ഇത് പ്രാചീന മനുഷ്യൻ്റെ ഏതൊക്കെ തരത്തിലുള്ള ജീവിത തരംഗങ്ങളെയാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാമല്ലോ അല്ലേ. ഇത് കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് എന്താണ്, രണ്ട് വ്യക്തികൾ അവർ ഈ അമ്പും വില്ലൊക്കെ പിടിച്ചിട്ട് വേട്ടയാടാനായിട്ട് പോവുകയാണ് അല്ലേ. അവർ ശരീരം മറച്ചിട്ടുണ്ടായിരുന്നു ഒരു സൂചന വേണമെങ്കിൽ നമുക്കിതുകൊണ്ട് നോക്കാം. മൂർച്ചയുള്ള കത്തിയും കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അമ്പാണ് അല്ലേ. പിന്നെ കഴുത്തിൽ എന്തോന്ന് തൂക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം. ഇത് വേട്ടയാടാൻ അവർ പോയിട്ടുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് തരുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ പേര് എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയോ മത്സ്യങ്ങളാണ്. ഒരു മത്സ്യങ്ങളൊക്കെ പിടിച്ച് ഉണക്കുകയോ എന്തൊക്കെയോ പരിപാടികളാണ് ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതും എന്തൊക്കെയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് എന്ത് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇതെന്തോ ഒരു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന എന്തെങ്കിലും സഞ്ചി പോലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഭവമായിരിക്കാം അല്ലേ. അടുത്തത് നോക്കൂ, കദോട്ടിയ അല്ലേ. കദോട്ടിയ നോക്കൂ, ഇതെന്തോ ഒരു മൃഗമാണ്. അവർ ചിലപ്പോൾ ഇണക്കി വളർത്തുന്ന മൃഗമായിരിക്കാം. ആളുകളുണ്ട്, അവർ ഓരോരുത്തർ ഓരോ ജോലികൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് സ്ത്രീകളാവാം അല്ലേ. അവരെന്തൊക്കെ ജോലി കൊടുക്കുക, ഇതിനൊക്കെ ഭക്ഷണം എന്തൊക്കെ കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, ഇവിടെ ഓരോ കുത്തൊക്കെ കണ്ടില്ല, എന്തൊക്കെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെ കൊടുക്കാൻ തോന്നുന്നുണ്ട്. ഇതുകൊണ്ട് നോക്കൂ. പിന്നെ ഇവിടെ മൃഗങ്ങളെ വേട്ടയാടുന്നതാണ്. കാരണം ഇതാ മാനാണ് തോന്നുന്നുണ്ട് അല്ലേ, കലമാന പോലെയുള്ള. പിന്നെ എന്ത് ചെയ്യാണ്, അതിന് വേട്ടയാടുന്നുണ്ട്. ചിലപ്പോൾ ഇവരെല്ലാം കുതിരയെ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഇണക്കി വളർത്തിയിട്ടുണ്ടാവാം. പിന്നെ അതിൽ കണ്ടില്ല, ഇത് ഒരു അമ്പും കാര്യങ്ങളൊക്കെ തറക്കുന്നു. ഇത് വേട്ടയാടൽ തന്നെയാണ് കാണുന്നത്. പിന്നെ വേട്ടയാടിയിട്ടുള്ള മൃഗങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വിവിധ വ്യത്യസ്ത ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ്. ചിലപ്പോൾ ഒരു ഗുഹയുടെ അകവശമായിരിക്കാം. ഇത് ചിലപ്പോൾ കളിമൺ പാത്രങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം. രണ്ട് മത്സ്യങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. സ്ത്രീകളാണിത് എന്ത് ചെയ്യുന്നത് തോന്നുന്നു. സാധനങ്ങളൊക്കെ സംഭരിച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇതാവാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോ ആളുകൾ കണ്ടാവാം, ഷോൾഡറിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതാകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്ത മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. കയ്യിൻ്റെ മൂവ്മെൻറ്റ്സ്, കാലിൻ്റെ മൂവ്മെൻറ്റ്സ്. ഇത് ചിലപ്പോൾ ഇവരുടെ ഡാൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും വിനോദങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ചിത്രങ്ങളൊക്കെ നിരീക്ഷിച്ചു. ഓരോ ജീവിത തരംഗങ്ങളും നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. വേട്ടയാടലുണ്ട്, പിന്നെ എന്താ പറയുക, പിന്നെ നൃത്തം, അതുകൊണ്ട് മൃഗങ്ങളെ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇണക്കി വളർത്തുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ എന്താ പറയുക, എന്താ പറയുക, വേട്ടയാടുന്നുണ്ട്, ഡാൻസ് ഉണ്ട്, സാധനങ്ങൾ സംഭരിച്ച് വെക്കുന്നുണ്ട് അല്ലേ, ചില ആശയവിനിമയം ഉണ്ട്, ഒരുമിച്ച് ഒരു മേശപ്പുറത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്നിട്ട് അല്ലേ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ഇവിടെ കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ചിത്രങ്ങൾ നിരീക്ഷിച്ചിട്ട് എഴുതേണ്ടതാണ് കേട്ടോ, മനസ്സിലാക്കി വെക്കുക. ഇനി ഈ ചിത്രത്തിൽ നിന്ന് മധ്യ ശിലായുഗത്തിലെ മനുഷ്യരുടെ ജീവിത രീതികളെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കഴിയുന്നുണ്ട്. ഈ കാലഘട്ടത്തിലെ സവിശേഷതകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? മൈക്രോലിത്തികൾ അഥവാ സൂക്ഷ്മ ശിലായുധങ്ങളുടെ ഉപയോഗം, വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗ്ഗമാക്കി. ഓക്കെ, മൃഗങ്ങളെ ഇണക്കി വളർത്തുന്ന സൂചനകളുണ്ട്, വിനോദങ്ങളുണ്ട്, ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം. ഓക്കെ, ശരിയല്ല, പുരുഷന്മാരാണ് യുദ്ധങ്ങൾക്കും മറ്റൊക്കെ പോകുന്നത്, സ്ത്രീകളാണ് യുദ്ധങ്ങളല്ല നമ്മൾ വേട്ടയാടാനൊക്കെ പോകുന്നത്. യുദ്ധങ്ങൾ തമ്മിലുണ്ടായിരിക്കാം കേട്ടോ. സ്ത്രീകളെയും മീനും മറ്റു കാര്യങ്ങളൊക്കെ ശേഖരിച്ച് അല്ലേ, റൂട്ട് ജോലികളൊക്കെ എടുത്ത് അങ്ങനെ മൃഗങ്ങളൊക്കെ ഇളക്കി വളർത്തിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ പോകുന്നു അല്ലേ. ഇനി അതുപോലെ തന്നെ മധ്യശിലായുഗ കേന്ദ്രങ്ങൾ അല്ലേ, സ്റ്റാർക്കാർ ഇംഗ്ലണ്ടിലാണ്, അതുപോലെ തന്നെ ഫാഹിയാൻ ഗുഹ ശ്രീലങ്കയിലാണ്, അതുപോലെ തന്നെ സരൈ നഹർ റായ് അല്ലേ, ഇന്ത്യ ഉത്തർപ്രദേശിലാണ്. നമുക്ക് സ്റ്റാർക്കാർ എന്താ നോക്കാം അല്ലേ, യൂറോപ്പിലെ മധ്യശിലായുഗ കേന്ദ്രമാണ് സ്റ്റാർക്കാർ അല്ലേ. അതായത് വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യശിലായുഗത്തിലെ ഒരു തുറസായ അധിനിവാസ കേന്ദ്രമാണിത്. ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ കേന്ദ്രത്തിലെ പ്രധാന സവിശേഷത. ശിലകൾ കൊണ്ടും മസ്തുകൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യകാല മരപ്പണികളുടെ തെളിവുകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആദിമ മനുഷ്യർ ഈ പ്രദേശത്തെ താൽക്കാലിക വാസസ്ഥലമായിട്ട് ഉപയോഗിച്ചിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു, കരുതപ്പെടുന്നു. ചിത്രങ്ങൾ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, അത് ശരിക്കും നിങ്ങൾ നോക്കേണ്ടതാണ്. ഇനി അടുത്തത് സരൈ നഹർ റായ് ഇന്ത്യയിലെ ഒരു മധ്യ ശിലായുഗ കേന്ദ്രമാണ്. നമ്മുടെ സരൈ നഹർ റായ് അല്ലേ, ഇന്ത്യയിലെ ഒരു മധ്യ ശിലായുഗ കേന്ദ്രമാണ്. ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിലെ ഓക്സ്ബോ തടാകക്കരയിലാണ് സരൈ നഹർ റായ് സ്ഥിതി ചെയ്യുന്നത്. മധ്യ ശിലായുഗത്തിലെ പ്രധാന സവിശേഷതയായ മൈക്രോലിത്തികൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലഭിച്ച ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ വളരെ പ്രധാനപ്പെട്ട പുരാവസ്തു തെളിവാണ്. ഇതിൽ പുരുഷന്മാരുടെ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 സെൻറ്റിമീറ്ററും സ്ത്രീകളുടെ ഉയരം 170 സെൻറ്റിമീറ്ററുമാണ്. വേട്ടയാടലിന് അമ്പും വില്ലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് വരുന്നുണ്ട്. വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നതിനും മൃഗത്തോലുകൾ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചതിനും തെളിവുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ മധ്യശിലായുഗം അല്ലേ. ആദ്യം നമ്മൾ പ്രാചീന ശിലായുഗം പഠിച്ചു, മധ്യശിലായുഗത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നവീന ശിലായുഗമാണ്. ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട്, പ്രാചീന ശിലായുഗത്തിലെയും മധ്യശിലായുഗത്തിലെയും മനുഷ്യ ജീവിതത്തിലെ വ്യത്യാസങ്ങളൊന്ന് പട്ടികപ്പെടുത്തണം. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി നവീന ശിലായുഗം അല്ലേ, നിയോലിത്തിക് ഏജ്. അതായത് നമ്മുടെ ശിലായുഗങ്ങളൊക്കെ ഇങ്ങനെ ഓരോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഓരോ വേർഷൻസ് ആണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, സാറ് പറഞ്ഞു അല്ലേ. നമ്മൾ ആദ്യം പ്രാചീന ശിലായുഗം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചു. പിന്നെ മധ്യ ശിലായുഗം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു. പിന്നെ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് നവീന ശിലായുഗമാണ്. ഇത് കുറച്ചും കൂടി ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വേർഷൻ ആയിരിക്കും കേട്ടോ. നമുക്ക് നോക്കാം. മനുഷ്യ ജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ചൊരു കാലമാണിത്. നിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവീനം, ലിത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശില എന്നീ പദങ്ങളിൽ നിന്നുമാണ് നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. മാൻ മേക്സ് ഹിംസെൽഫ് അതായത് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ ഗോർഡൻ ചൈൽഡ് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച നവീന ശിലായുഗത്തിലെ 2 സുപ്രധാന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കത് നോക്കാം എന്താ പറയുന്നതെന്ന്. മനുഷ്യ സമ്പദ് വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ച ആദ്യ വിപ്ലവം. മനുഷ്യൻ തൻ്റെ ഭക്ഷ്യ ലഭ്യതയിന്മേൽ നിയന്ത്രണം നേടിക്കൊടുത്തു. ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ചെടികളും വേരുകളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്ത് നടാനും കൃഷി ചെയ്യാനും മെച്ചപ്പെടുത്താനും തുടങ്ങി. തനിക്ക് നൽകാൻ സാധിക്കുന്ന കന്നുകാലിത്തീറ്റയുടെയും കുടിക്കാൻ കഴിയുന്ന സംരക്ഷണത്തിൻ്റെയും ചെലുത്താവുന്ന ദീർഘദൃഷ്ടിയുടെയും ഫലമായി പ്രത്യേക മൃഗങ്ങളെ മാത്രം മെരുക്കിയെടുത്ത് ഇണക്കി നിർത്തുന്നതിൽ മനുഷ്യർ വിജയിച്ചു. മേൽപ്പറഞ്ഞ 2 കാര്യങ്ങളും പരസ്പരം ഇഴചേർന്നവയാണ്. അപ്പോൾ നമ്മളോട് ഇനി ചോദിക്കുന്നൊരു ചോദ്യം, ഈ വിവരണത്തിൽ നവീന ശിലായുഗത്തിലുണ്ടായ ഏതൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ പറയുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് പറയുന്നത്? ഓക്കെ, പണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു അല്ലേ, വേട്ടയാടിയിട്ടും മറ്റൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇതിൽ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങി അല്ലേ. ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ചെടികളും വേരുകളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്ത് നടാനും കൃഷി ചെയ്യാനും തുടങ്ങി. അതുപോലെ തന്നെ കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തു തുടങ്ങി. അതുപോലെ തന്നെ എല്ലാ മൃഗങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മെരുക്കിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ മെരുക്കിയെടുക്കാൻ പറ്റുന്ന മൃഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെരുക്കിയെടുത്ത് അങ്ങനെ ജീവിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ചുറ്റുപാടുമായുള്ള മനുഷ്യൻ്റെ ഇടപെടൽ വന്ന മാറ്റമാണ് ഇതിന് അടിസ്ഥാനമായത്. നവീന ശിലായുഗത്തിൽ പുതിയ ഉപജീവന രീതികൾക്ക് മനുഷ്യർ തുടക്കം കുറിച്ചു അല്ലേ. അവ എന്തൊക്കെയാണ്? മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, കൃഷിയുടെ ആരംഭം. മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, കൃഷിയുടെ ആരംഭം. ഓക്കെ, നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഒരു ഭൂപടം കാണാം.
ഓക്കെ, കരിങ്കടൽ ഇത് നോക്കാം. ഇനി ഇവിടെ ഈ ഭൂപടത്തിൽ ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള അല്ലേ, നമ്മുടെ പണ്ടിൽ ഭൂപടം നിരീക്ഷിച്ചിട്ട് അതിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശം നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇവിടെ ലഭ്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്താണ് നമ്മൾ കൃഷിയുടെ ആരംഭമെന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നുണ്ട്. ഇതിനെ പറയുന്ന പേര് ഫെർട്ടൈൽ ക്രസൻറ്റ് എന്നാണ്. ഈ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ ഇതിനെ പറയുന്ന പേര് ഫെർട്ടൈൽ ക്രസൻറ്റ് എന്നാണ്. അതായത് അതിൻ്റെ അർത്ഥം ഫലഭൂഷ്ടമായിട്ട് ചന്ദ്രക്കല എന്നാണ് അല്ലേ. ഈ പ്രദേശം ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളുടെ ഭാഗമാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുമോ അല്ലേ. അതായത് ഇതിനെ പറയുന്ന പേര് അല്ലേ, എന്താണ് ഈ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, ഈ പ്രദേശം ഇതിന് അല്ലേ, ഇതിനെ നമ്മൾ പറയുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫെർട്ടൈൽ ക്രസൻറ്റ് എന്നാണ്. മറക്കരുത്, എന്താണ് ഫെർട്ടൈൽ ക്രസൻറ്റ് എന്നാണ്. ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളുടെ ഭാഗമാണിതെന്ന് നമ്മളോട് കണ്ടെത്താമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളുടെ ഭാഗമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അതേപോലെ തന്നെ ഇറാഖ്, ഇസ്രായേൽ, അതുപോലെ തന്നെ ജോർദാൻ, പലസ്തീന്, സിറിയ, നോർത്തേൺ കുവൈത്ത്, പിന്നെ അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ടർക്കി, വെസ്റ്റേൺ ഇറാൻ, സൈപ്രസ്, അതുപോലെ തന്നെ നോർത്തേൺ ഈജിപ്ത്. ഇതൊക്കെയാണ് ഈ സ്ഥലങ്ങൾ ഇന്നത്തെ ഒരു ഭാഗം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് മറ്റൊരു ചോദ്യമാണ്. മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യരെ പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് എന്തായിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതായത് മൃഗങ്ങളെ ഇണക്കി വളർത്താൻ ഇതിന് മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. കൃഷി ആരംഭിക്കാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? ഒന്ന് ജനസംഖ്യാ വർധനമാണ്, രണ്ടാമത്തെ മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനയാണ് അല്ലേ. ജനസംഖ്യാ വർധന ഉണ്ടാകുമ്പോൾ അവർക്ക് താമസിക്കാൻ ഗുഹകളും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ വേണ്ടി വരുമല്ലോ, അതാണ് പറയുന്നത്. അതുപോലെ തന്നെ സങ്കീർണമായിട്ടുള്ള സാമൂഹിക സംഘാടനം, പിന്നെ അതുപോലെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ്. ആളുകൾ കൂടുമ്പോൾ ഭക്ഷ്യോൽപ്പന്നങ്ങൾ കൂടുതൽ വേണ്ടി വരുമല്ലോ അല്ലേ, അതിൻ്റെ ലഭ്യതക്കുറവ്. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചിത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നവീന ശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ തന്നിരിക്കുന്നത്. ചിത്രം നിരീക്ഷിച്ചിട്ട് സവിശേഷതകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് പ്രാചീന ശിലായുഗത്തിലെയും നവീന ശിലായുഗത്തിലെയും കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. മിനുസപ്പെടുത്തിയിട്ടുള്ള ഉപകരണങ്ങളായിരുന്നു. അതായത് പ്രാചീന ശിലായുഗത്തിൽ ഇത്തരം കൂടുതൽ ഉപകരണങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഒക്കെ വലുതായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നവീന ശിലായുഗത്തിൽ എത്തിയപ്പോഴേക്കും പിന്നെ കുറച്ചൊക്കെ മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. കൂർപ്പുള്ള നല്ല മിനുസപ്പെടുത്തിയിട്ടുള്ളുണ്ട്. ചെറിയ കത്തി കമ്പി പോലെയൊക്കെ അതിൻ്റെ പകരമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചക്രത്തിൻ്റെ ആകൃതിയിലുള്ളതുണ്ട്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ക്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇടിച്ച് ചമ്മന്തിയാക്കണമെങ്കിൽ നമ്മൾ ഈ പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ചതക്കാനൊക്കെ ഉപയോഗിക്കുന്ന അല്ലേ, അമ്മിക്കല് പോലെയുള്ള ഉപകരണങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇതിൻ്റെ സവിശേഷതകൾ നമ്മൾ പറഞ്ഞു, പലതും കീറാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം, കുത്താൻ ഉപയോഗിക്കാം, അത് ചതക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഓരോ ഇതുണ്ട്. പിന്നെ ഒരു കല്ല്, ഒരു വൃത്താകൃതിയിലുള്ളത്, ഒരു ചക്രം പോലെയുള്ളൊക്കെ ഒരു ഇത്. ഇനി ഞാൻ പറയട്ടെ, ഈ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു നവീന ശിലായുഗത്തിൽ ഇവർ കൃഷിയൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു. കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മണ്ണൊക്കെ എന്ത് ചെയ്യണം, ഉഴുതു മറിക്കണം. അതിനൊക്കെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മുടെ നവീന ശിലായുഗത്തിലെ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ കൃഷി ചെയ്യാൻ മനുഷ്യന് ഒട്ടേറെ സഹായമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മരം മുറിക്കാനും മണ്ണ് ഉഴുതു മറിക്കാനും ഈ ഉപകരണങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യോൽപ്പന്നങ്ങൾ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി. അതായത് കൃഷി തുടങ്ങി, കന്നുകാലി വളർത്തൽ തുടങ്ങി, ഭക്ഷ്യോൽപ്പന്നങ്ങൾ സ്ഥിരമായ ലഭ്യത എന്ത് ചെയ്തിട്ട് അവർ ഉറപ്പാക്കി. തൽഫലമായിട്ട് സ്ഥിരവാസവും കാർഷിക ഗ്രാമങ്ങളും വളർന്നു വന്നു അല്ലേ. മറ്റ് ശിലായുഗങ്ങളിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടോടികളായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇതിലെന്തായിരുന്നു പറഞ്ഞത്, ഓരോരുത്തർ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, ജീവിക്കാനായിട്ട് എന്ത് ചെയ്തു തുടങ്ങി. അതുപോലെ തന്നെ ഇനി കൃഷിയും കന്നുകാലി വളർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും പാത്രങ്ങളൊക്കെ വേണ്ടി വരില്ല. കളിമൺ പാത്ര നിർമ്മാണവും കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികളുടെ ഉപയോഗവും ധാന്യ സംഭരണം സാധ്യമാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. കാർഷിക രംഗത്ത് മിച്ചോൽപാദനം സാധ്യമായതിൽ സമൂഹത്തിലെ ഒരു വിഭാഗം കാർഷിക പ്രവൃത്തിയിൽ നിന്ന് സ്വതന്ത്രമായി. അതായത് ആദ്യ കാലഘട്ടത്തിൽ, അതായത് ഈ നവീന ശിലായുഗത്തിൽ എല്ലാവരും ഈ കൃഷിയാണ് ചെയ്തു, സാധനം ഒന്നായിട്ട് ഭക്ഷ്യോൽപ്പന്നങ്ങളൊക്കെ കൂടുതലും കൂടാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് ആളുകളായി മാറി നിന്ന് കണ്ട് അവർ പല മറ്റ് പ്രവർത്തനങ്ങളിലോട്ടും എന്ത് ചെയ്യാൻ വന്നു, നിൽക്കാൻ തുടങ്ങി. അതായത് കളിമൺ പാത്ര നിർമ്മാണം, നെയ്ത്ത് അല്ലേ. അങ്ങനെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതായി മാറി. ഇതോടെ സമൂഹ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. അത് നമ്മുടെ നവീന ശിലായുഗത്തിലാണ് ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. മുമ്പത്തെ പ്രാചീന ശിലായുഗത്തിൽ മധ്യശിലായുഗത്തിൽ ഇങ്ങനെയായിരുന്നോ? അല്ല. ഓക്കെ, അങ്ങനെ ഇന്ന് നാം കാണുന്ന മനുഷ്യ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനം നവീന ശിലായുഗത്തിൽ ഈ മാറ്റങ്ങളാണ്. ഇത്തരം മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രസിദ്ധ പുരാവസ്തു ഗവേഷകനായിട്ടുള്ള ഗോർഡൻ ചൈൽഡ് ഈ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നവീന ശിലായുഗത്തിലെ മാറ്റങ്ങൾ ഒരു ഫ്ലോ ചാർട്ടായിട്ട് എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക. മിനുസപ്പെടുത്തിയിട്ടുള്ള ഉപകരണങ്ങൾ അല്ലേ, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്,
പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഉപകരണങ്ങൾ, വൃത്താകൃതിയിലുള്ള ഉപകരണങ്ങൾ, പല സാധനങ്ങളും ചതക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അതുപോലെ തന്നെ അവർ കൃഷി തുടങ്ങുന്നു, കന്നുകാലി വളർത്തൽ തുടങ്ങുന്നു അല്ലേ. അങ്ങനെ കൃഷിക്കും മറ്റു കാര്യത്തിനൊക്കെ ഇത്തരം ഉപകരണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ഉപയോഗപ്പെടുത്തുക. അതൊക്കെ പറഞ്ഞിട്ടൊരു ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യുക, അത് നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇനി അതാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു ചോദ്യം ഇവിടെയുണ്ട്. ലോക ഭൂപടം നിരീക്ഷിച്ച് ചുവടെ തന്നിരിക്കുന്ന നവീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലാണെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ജെറീക്കോ, ജാർമോ, അലിഗോഷ്, മെഹർകട്ട് അല്ലേ. ഇവിടെ ജെറീക്കോ ജോർദാനിലാണ്, അതുപോലെ തന്നെ ജാർമോ ഇറാഖ്, അലിഗോഷ് ഇറാൻ, മെഹർഗഡ് പാകിസ്ഥാനാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം, ഇറാഖിലെ കുർദിഷ് കുന്നുകളിലെ ജാർമോ. ഇവിടെ നോക്കൂ, ഇതിലെ കുറേ ശിലകളൊക്കെ നിങ്ങൾ നോക്കൂ. റോബർട്ട് ജെ ബ്രൈഡ് വുഡാണ് കുർദിഷ് കുന്നുകളിലെ ജാർമോയിൽ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. അവിടുന്ന് ജർമ്മനിയിലെ ജനങ്ങൾ ബാർലിയും 2 തരം ഗോതമ്പും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആടിനെയും മറ്റ് ചില മൃഗങ്ങളെ ഇണക്കി വളർത്തിയതിൻ്റെ വ്യക്തമായ സൂചനകളുണ്ട്. ഇവിടുത്തെ വീടുകൾ ചെറു കുടിലുകളായിരുന്നു. അവർ കളിമണ്ണ് കൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു. അവ നിർമ്മിച്ച മനുഷ്യ രൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ രൂപമാണെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള പിന്നെ ചിത്രങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് കാണാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ള ഈ രൂപങ്ങളുടെയൊക്കെ ഇത് നോക്കൂ, നമുക്ക് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ. ഓരോ ചിത്രങ്ങൾ അല്ലേ, ഇതാണ് സ്ത്രീ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ രൂപങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ നമ്മളിവിടെ ഈ ആട്ടുകല്ല് പോലെയുള്ള സംഭവങ്ങൾ, പിന്നെ അതുപോലെ പാത്രങ്ങൾ, ഇതൊക്കെ കിട്ടിയിരുന്നു. നമ്മളെ ഈ അല്ലേ പിന്നെ ഉരൽ പോലെയുള്ള സംഭവങ്ങൾ അല്ലേ, നമ്മളെ അമ്മി അല്ലേ, ഇതൊക്കെയാണ് ഇതിൽ എന്ത് ചെയ്യുന്നത് കാണുന്നത്. അതായത് അവരും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ടെക്നോളജീസ് ആദ്യമകാലത്തെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിൽ നിന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ മെഹർഗഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രമാണ്. നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ടുള്ള മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, കൃഷി എന്നിവയ്ക്ക് തുടക്കം കുറിച്ച പ്രാചീന ഇന്ത്യയിലെ ആദ്യ പ്രദേശമാണ് മെഹർ. ഇപ്പോൾ പാകിസ്ഥാനിലാണ് എന്ന് പുരാവസ്തുക്കൾ കണക്കാക്കുന്നുണ്ട്. ഈ പ്രദേശത്തെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പോകാനുള്ളത് നമ്മളെ മെറ്റൽ ഏജിലോട്ടാണ് അല്ലേ, നമ്മുടെ ലോഹ യുഗത്തിലോട്ടാണ്. ഇനി ശിലായുഗങ്ങളൊക്കെ മാറിയിട്ട് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ലോഹങ്ങൾ ഉപയോഗിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് തുടങ്ങുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് അതിൽ പറയുന്നത്. ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യർ ലോഹയുഗത്തിലോട്ട് പ്രവേശിക്കുന്നു. സാങ്കേതിക വിദ്യയിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി വ്യക്തമായി പ്രകടമാകുന്ന കാലമാണ് ലോഹയുഗം. മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹമേതായിരുന്നു? ചെമ്പായിരുന്നു അല്ലേ. പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളും ആക്കി മാറ്റുന്ന സാങ്കേതിക രീതി ഈ ഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ചു. ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ ചാദൽ ഹൊയുക്ക് തുർക്കിയിലെ, ചയോനു വടക്ക് സിറിയ, അലികോഷ് ഇറാൻ എന്നിവിടെ നിന്നും ചെമ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. BCE 7000 ഇതിൻ്റെ കാലമായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു ചോദ്യം, ശിലാ ഉപകരണങ്ങളെക്കാൾ ചെമ്പ് ഉപകരണങ്ങൾക്കുള്ള മേന്മകൾ എന്തെല്ലാമാണ് അല്ലേ. അനുയോജ്യമായിട്ടുള്ള ആകൃതിയിലും രൂപത്തിലും മാറ്റാനാകും, കൂടുതൽ കാലം നിലനിൽക്കും. അതായത് ശിലകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഭാരം ഉണ്ടാവും, ഇതിനത്ര എന്തുണ്ടാവില്ല, ഭാരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇല്ലേ. ഏത് രൂപത്തിൽ മാറ്റാനായിട്ട് പറ്റും. ശിലകൾ അങ്ങനെ വല്ലാതെ നമുക്ക് മൂർച്ചം കൂട്ടാനൊന്നും എന്ത് ചെയ്യില്ല പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യും, നമ്മുടെ ചെമ്പുപകരണങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂർച്ചം കൂട്ടാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യും പറ്റും. ശിലകൾ കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷേ ഇതുപോലുള്ള ഉപകരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് എന്ത് ചെയ്യും നമുക്ക് കിട്ടും. ഇനി അടുത്തത് താമ്രശിലായുഗം. എന്താണ് താമ്രശിലായുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അതായത് ശിലായുഗത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ മനുഷ്യർ ശിലായുധങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച ഈ കാലത്തെ താമ്രശിലായുഗം എന്നാണ് വിളിക്കുന്നത്. അതായത് ശിലായുഗത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഈ ശിലായുഗം വന്നിട്ടും ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ശിലായുഗമല്ല നമ്മളെ ചെമ്പ് കൊണ്ടുള്ള അല്ലേ മെറ്റൽ ഏജ് വന്നിട്ടും ആളുകൾ ശിലായുഗം എന്ത് ചെയ്തില്ല ഉപേക്ഷിച്ചില്ല. അതിൻ്റെ കൂടെ തന്നെ ചെമ്പുപകരണങ്ങളും അവരെന്ത് ചെയ്തു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാലത്തെ ആണ് നമ്മൾ താമ്രശിലായുഗം എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടെ നിന്ന് താമ്രശിലായുഗത്തിന് നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ രീതിയിൽ ചെമ്പിൻ്റെ ഉപകരണങ്ങളും അതുപോലെ തന്നെ കല്ലിൻ്റെ ഉപകരണങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ദൈമാബാദിൽ അതായത് മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ച ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിട്ടുള്ള കലശങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നെവാസായിൽ അതായത് മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ച കളിമണ്ണിലും ശിലയിലും തീർത്ത കലാനിർമ്മിതികളാണ്. ഓക്കെ, ഇനി വെങ്കലയുഗം, ബ്രോൺസ് ഏജ്. ഓക്കെ, BC 6000-നും 3000-നും ഇടയിൽ മനുഷ്യർ കാളയുടെയും കാറ്റിൻ്റെയും ശക്തിയെ പ്രയോജനപ്പെടുത്താൻ പഠിച്ചു. കലപ്പയും ചക്രവണ്ടിയും വഞ്ചിയും ഉപയോഗിക്കാൻ തുടങ്ങി. ലോഹ സംസ്കരണ വിദ്യയും കൂടുതൽ വികാസം നേടി. തൽഫലമായി കൃഷി വ്യാപകമാവുകയും മിച്ചോൽപാദനം സാധ്യമാവുകയും ചെയ്തു.
കാർഷികേതര ഉൽപ്പാദനങ്ങൾ ശക്തമാവുകയും മനുഷ്യർ അതിലൂടെ നാഗരിക ജീവിതത്തിന് സ്വയം സജ്ജമാവുകയും ചെയ്തു. ഗോർഡൻ ചൈൽഡ് മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി ഇവിടെ പറയുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. നാഗരിക ജീവിതത്തിലോട്ടുള്ള മനുഷ്യരുടെ കടന്നുവരവിനെ കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ മുകളിൽ വായിച്ചത്. ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങി പാർക്കുന്നതും പകുതിയിലേറെ പേരും കാർഷിക പ്രവർത്തനങ്ങളായിട്ടുള്ള വിവിധ തരം കൈത്തൊഴിലുകൾ, കരകൗശല പ്രവർത്തനങ്ങൾ, കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടക്കുന്നതുമായ സ്ഥിതിവിശേഷണമാണ് നാഗരികത എന്ന് വിശേഷിക്കപ്പെടുന്നത്. വിശാലമായ വീതികളും പൊതുകെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും വിനോദങ്ങളും നഗരജീവിതത്തിൻ്റെ സവിശേഷതകളാണ്. നാഗരിക ജീവിതത്തിന് ആരംഭം കുറിച്ചത് വെങ്കലയുഗത്തിലാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് നാഗരിക ജീവിതത്തിൻ്റെ തുടക്കം ഏത് യുഗമാണ്? വെങ്കലയുഗമാണ്. എന്താണ് ഈ വെങ്കലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്, ചെമ്പും വെളുത്തീയവും അതായത് കോപ്പറും ടിന്നും ചേർത്ത് മിക്സ് ചെയ്തിട്ട് സംസ്കരിച്ചുണ്ടാകുന്ന ലോഹസങ്കലമാണ് വെങ്കലം. ചെമ്പിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്ന ലോഹമാണ് വെങ്കലം. ഇനി വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്തെല്ലാമാണ് നമ്മളോട് പട്ടികപ്പെടുത്താനായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അതായത് നമ്മൾ മനുഷ്യർ മൃഗങ്ങളുടെയും അതുപോലെ തന്നെ കാറ്റിൻ്റെയൊക്കെ ശക്തിയെ പ്രയോജനപ്പെടുത്താൻ പഠിച്ചു. കാറ്റിൻ്റെയൊക്കെ ശക്തി പ്രയോജനപ്പെടുത്താൻ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ പോലെയുള്ളതൊക്കെ അല്ലേ. പിന്നെ അതുപോലെ തന്നെ കാളകളുടെയും ഇതൊക്കെ കൃഷിക്കും മറ്റൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. കലപ്പയും ചക്രവണ്ടിയും വഞ്ചിയുമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ. അതുപോലെ ലോഹങ്ങളൊക്കെ സംസ്കരിച്ച് അതായത് ചെമ്പും ഈയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് എന്തെങ്കിലും പിന്നെ പുതിയ തരത്തിലുള്ള ലോഹങ്ങളെ കണ്ടെത്താൻ തുടങ്ങി. കൃഷി വ്യാപകമാവുകയും മിച്ചോൽപാദനം സാധ്യമാവുകയും ചെയ്തു. അതായത് നല്ല സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ധാരാളം കൃഷി അവരെന്ത് ചെയ്യുന്നു, സാധനങ്ങളൊക്കെ നല്ലോണം എന്ത് ചെയ്യുന്നു, മിച്ചം വരികയും ചെയ്തു അല്ലേ. അങ്ങനെ അവർ നാഗരിക ജീവിതത്തിന് എല്ലാ ആളുകളും സ്വയം സജ്ജമാകുന്നു. ഇതൊക്കെ ഇവിടെ പോയിൻറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എഴുതാണ് എന്ത് ചെയ്യേണ്ടത് വേണ്ടത്. ഇനി നമ്മൾ ഈ വെങ്കല യുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് നമ്മൾ ഈ ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പ, മോഹൻജദാരോ, ലോഥൽ തുടങ്ങിയ നഗരങ്ങൾ ഒരു ആസൂത്രിതമായിട്ട് നിർമ്മിച്ച പൊതുകെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. ഗ്രേറ്റ് ബാത്ത് ഉണ്ടായിരുന്നു, വലിയ കുളം, വീടുകൾ, തെരുവ് വീതികൾ, ഐക്കുചാലുകൾ, ധാന്യപ്പുരകൾ എന്നിവയും വിവിധ തരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിൻ്റെയും സാന്നിധ്യവും ഇവിടുത്തെ നഗരവൽക്കരണത്തിന് നമുക്ക് വ്യക്തമാക്കിയിട്ട് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇനി സപ്ത സിന്ധു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദിയും അതിൻ്റെ പോഷക നദികൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് സപ്ത സിന്ധു പ്രദേശം. അതുപോലെ തന്നെ ഇന്തോ യൂറോപ്യൻ ഭാഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതം, ലത്തീൻ, ഗ്രീക്ക്, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്വീഡിഷ്, റഷ്യൻ, പോളിഷ്, ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച്, റുമാനിയൻ എന്നീ ഭാഷകൾ ഇന്തോ യൂറോപ്യൻ ഭാഷകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് വേദകാലഘട്ടത്തെക്കുറിച്ച് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം സപ്ത സിന്ധു അതായത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് കടന്നു വന്നത് ആര്യന്മാരായിരുന്നു. ഇന്തോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്ന ആര്യന്മാർ. ഭാഷാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ ജന്മദേശം മധ്യേഷ്യയാണെന്ന് കരുതപ്പെടുന്നുണ്ട്. വേദങ്ങളിൽ നിന്നുമാണ് ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനാൽ ഈ കാലത്തെ വേദകാലം എന്ന് വിളിക്കുന്നു. BC 1500-നും 600-നും ഇടയിലാണ് വേദകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വേദകാലത്തെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. വേദകാലം ഒന്ന് ആദ്യകാല വേദകാലം അല്ലേ, ഋഗ്വേദം രചിച്ചിട്ടുള്ള കാലം. രണ്ടാമത് പിൽക്കാല വേദകാലം, അതായത് യജൂർ, സാമ, അഥർവ വേദങ്ങൾ രചിച്ച കാലമാണ്. ഓക്കെ, എന്താണ് വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. വേദങ്ങൾ 4 എണ്ണമാണ്. അത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം എന്നിവയാണത്. ഇതിൽ ഋഗ്വേദമാണ് ആദ്യത്തേത്. 4 വേദങ്ങൾ കൂടാതെ അനുബന്ധങ്ങളായ ബ്രാഹ്മണങ്ങൾ, ആരണ്യങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയും വേദസാഹിത്യത്തിൻ്റെ ഭാഗമാണ്. വേദകാലത്തെക്കുറിച്ചുള്ള പഠനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് വേദസാഹിത്യം. ഓക്കെ, ഇനി ആദ്യകാല വേദകാലഘട്ടത്തിലെയും പിൽക്കാല വേദകാലഘട്ടത്തിലെയും ജനജീവിതത്തെ ഒന്നും നമുക്കൊന്ന് താരതമ്യപ്പെടുത്താം. ഇവിടെ 2 കോളങ്ങളുണ്ടല്ലോ അല്ലേ. നോക്കാം. ആദ്യകാല വേദകാലഘട്ടം സപ്തസിന്ധു പ്രദേശമായിരുന്നു. പിൽക്കാല വേദകാലഘട്ടം ഗംഗാസമുദ്രം വരെ എന്ത് വ്യാപിച്ചു. ഇടയ സമ്പദ് വ്യവസ്ഥയായിരുന്നു. കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന പിൽക്കാല വേദകാലം. ആദ്യം അർദ്ധ നാടോടികളായിരുന്നു. അങ്ങനെ ഓടിക്കൊണ്ടിങ്ങനെ നിൽക്കും, ഒരിടത്തും ഇങ്ങനെ സ്ഥിരമായിരിക്കില്ല. പിന്നെ സ്ഥിരവാസ ജീവിതമായി പിൽക്കാല വേദകാലം. സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷേ പിൽക്കാല വേദകാലം സ്ത്രീകളുടെ സാമൂഹിക പദവിക്ക് മങ്ങലേൽക്കുന്നു. അതുപോലെ തന്നെ കാട് വെട്ടിത്തെളിച്ചും തീയിട്ടും കൃഷി ചെയ്തു. ഇരുമ്പിൻ്റെ ഉപയോഗമാണ്. നിരവധി ഗോത്രങ്ങൾ ചേർന്നതിന് സമൂഹം. വർണ്ണവ്യവസ്ഥ ശക്തിപ്പെടുന്നു. അതുപോലെ തന്നെ നിരവധി യാഗങ്ങളും ലളിതവും ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നതുമായിരുന്നു. യാഗങ്ങൾ സങ്കീർണവും ചെലവേറിയതായി മാറി. യാഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം അധികാരമായിട്ട് മാറുന്നു. പിന്നെ പ്രകൃതി ശക്തികൾ ആരാധിച്ചു. പ്രത്യേക ആരാധനാമൂർത്തികൾ രൂപപ്പെടുന്നു. വിവിധ കരകൗശല വിദ്യകളുടെ തുടക്കം. അപ്പോൾ എന്താണ് വർണ്ണ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വർണ്ണവ്യവസ്ഥ, വർണ്ണങ്ങൾ 4 ഉണ്ടായിരുന്നു. പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടവർ ബ്രാഹ്മണർ അല്ലേ, അതായത് ബ്രാഹ്മണ, ക്ഷത്രിയർ, വൈശ്യ, ശൂദ്രർ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും രാജഭരണത്തിലല്ല, അതായത് പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടവർ. പിന്നെ രാജഭരണവും സംരക്ഷണവും യുദ്ധവും അതൊക്കെ ഏർപ്പെട്ടവർ ക്ഷത്രിയർ അല്ലേ. പിന്നെ അതേ കൃഷിയിലും കച്ചവടത്തിലും ഏർപ്പെട്ടിരുന്നവർ വൈശ്യ. പിന്നെ ഈ നമ്മൾ പറഞ്ഞല്ലേ ഈ ബ്രാഹ്മണർക്ക് അതുപോലെ ക്ഷത്രിയർക്ക് വൈശ്യരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ശൂദ്രൻ എന്നായിരുന്നു കേട്ടോ.
ഓക്കെ, പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു സെമിനാർ സംഘടിപ്പിക്കാനാണ്. അതായത് ക്ലാസ്സുകൾ അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റങ്ങൾ സംബന്ധിച്ചൊരു സെമിനാർ സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ നമ്മുടെ സ്റ്റോൺ ഏജ് മുതൽക്ക് അല്ലേ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോൺ ഏജ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, മെറ്റൽ ഏജിലോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കയറി കൂടിയിട്ടുണ്ട് അല്ലേ. ഇത്തരം കാര്യങ്ങൾ ക്ലാസ് വളരെ ലെങ്തിയാണ്. നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് നോക്കി. ശിലായുഗത്തിൽ പ്രാചീന ശിലായുഗം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ മധ്യശിലായുഗം എന്താണെന്ന് പഠിച്ചു. നവീന ശിലായുഗം പഠിച്ചു. പിന്നെ ലോഹയുഗത്തിൽ വെങ്കലയുഗം, ഇരുമ്പ് യുഗം, ഇപ്പോൾ വേദകാലഘട്ടമൊക്കെ നമ്മൾ നോക്കി. മാനവ ചരിത്രത്തിൻ്റെ തുടക്കവും കാലക്രമത്തിലുണ്ടായ വികാസങ്ങളുമാണ് ഈ പാഠഭാഗത്ത് നമ്മൾ കണ്ടത്. കാട്ടിലും ഗുഹകളിലും മരപ്പൊത്തുകളിലും ജീവിച്ച് പ്രകൃതിയോടും മൃഗങ്ങളോടും പൊരുതി വിവേകവും ബുദ്ധിശക്തിയും കൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണം തുടങ്ങിയ മനുഷ്യർ തൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസൃതമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളൊക്കെ നടത്തി. പുരോഗതിയുടെ പാതയിലേറി ഒരു നാഗരികയായി മാറിയ മനുഷ്യർ അവരുടേതായിട്ടുള്ള സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സംവിധാനങ്ങൾ രൂപപ്പെടുത്തി ഇന്ന് 21-ാം നൂറ്റാണ്ടിലോട്ട് എത്തി നിൽക്കുമ്പോൾ മാനവ ചരിത്രത്തിൻ്റെ വിവിധ വികാസഘട്ടങ്ങളിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യർ എത്ര ദൂരം മുന്നോട്ട് പോയി എന്ന് നമുക്കറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. അതായത് നമ്മൾ ഇന്ന് 21-ാം നൂറ്റാണ്ടിലാണ് നിൽക്കുന്നത്. ഇന്ന് എന്തൊക്കെ ടെക്നോളജികളാണ് നമ്മുടെ അടുത്തുള്ളത് അല്ലേ, അതും പഴയ കാലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്ര മുന്നോട്ട് പോയിട്ടുണ്ട് അല്ലേ. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വി വിൽ മീറ്റ് ഇൻ അവർ അനദർ സെഷൻ. താങ്ക് യു.